ഇന്ന് രാത്രി ഡോക്ടർ എത്തും. അതിനുശേഷം ഡോക്ടർ ഒന്ന് ആനയെ നിരീക്ഷിച്ചതിന് ശേഷം തീരുമാനിക്കും നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യണോ അതോ മറ്റന്നാളത്തേക്ക് ആണോ എന്നുള്ളത്. ഇപ്പം 1 മാസം തികഞ്ഞില്ലല്ലോ, അപ്പം വീണ്ടും ആനയെ മയക്കുവെടി വെക്കുന്നത് അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. അതന്ന് നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എല്ലാ മീഡിയാസിന്റെ അടുത്തും പറഞ്ഞതാണ്. ആ റിസ്ക് ഉണ്ട്, ആ റിസ്ക് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പം ആനയെ വീണ്ടും നമ്മൾ ചികിത്സിക്കാനായിട്ട് മയക്കുവെടി വെച്ചാൽ മാത്രമേ നമുക്ക് ആനയെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡോക്ടറിന്റെ ടീം, ട്രാക്കിംഗ് ടീം, ഡാർട്ടിംഗ് ടീം ഉൾപ്പെടെ ഒരു 25 പേരും പിന്നെ നമ്മുടെ സ്റ്റാഫ്, മറ്റ് വാച്ചേഴ്സ് എല്ലാം കൂടെ ഒരു 80 പേരും, മൊത്തം ഒരു 100 പുറത്തെ ആൾക്കാരുണ്ടാവും. കൂട് നിർമ്മാണം കൂട് ഇപ്പം പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അതിന്റെ അടിഭാഗം മൊത്തം ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം കൂട് ചെയ്യുന്ന ആൾക്കാർ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്. അപ്പൊ ഇന്ന് രാവിലെ അവർ പരിശോധിച്ചപ്പോൾ കൂടിന്റെ അടിഭാഗം മൊത്തം ദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ ഫുള്ള് നമ്മൾ മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വലിയ തടികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് പൊളിച്ചു മാറ്റുന്ന മുറയ്ക്ക് അവര് കടകൾ ഇട്ട് തുടങ്ങുന്നതായിരിക്കും. കാരണം ഇനിയും ഇത് വരാനുണ്ട്. അപ്പൊ അത് ഇന്നത്തോടു കൂടി എത്തുള്ളൂ. അപ്പം അവർക്ക് ഒരു 24 hours കിട്ടിയാൽ മതിയെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇന്ന് വൈകിട്ടത്തോടെ എത്തുവാണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് നാളത്തോടു കൂടി നമുക്ക് ഒരു ഉച്ചയോട് കൂടി കൂട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ശേഷം അത് ഡോക്ടർ ഒന്ന് എത്തിയാലും മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് അദ്ദേഹം എത്തുമ്പോൾ അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇനി അദ്ദേഹത്തിന് ആനയുടെ ഇത് ഒന്ന് നിരീക്ഷിക്കണമല്ലോ, എന്നിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ബുധനാഴ്ചയിലേക്ക് പോകാൻ സാധ്യത ചിലപ്പോ എന്തായാലും അതെ, നമുക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും. അതിപ്പം നമ്മൾ ചെയ്യാവുന്ന പരമാവധി നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആന കാട് കയറി പോയാലും നമ്മൾ എടുക്കുന്ന ഒരു ഇത് ഇത്രയും എഫേർട്ട് വെറുതെ ആയിപ്പോവും. കാരണം അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു എഫേർട്ട് എടുത്തത്. അപ്പം അതിനെ കൂടുതൽ ശല്യപ്പെടുത്തേണ്ട, അതിനെ നിരീക്ഷിക്കാനാണ് ഡോക്ടറുടെ നിർദ്ദേശവും. ഇപ്പോൾ ഈ മറ്റു കാട്ടാനകളൊക്കെ കൂടുതലായിട്ട് ഈ ഭാഗത്തുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ആക്രമണം സാധ്യതയുണ്ടോ? ഇല്ല, അത് കാരണം നമ്മൾ എത്രത്തോളം നിരീക്ഷിച്ചാലും കാട്ടാനകൾ ഈ പ്ലാന്റേഷൻ ഏരിയയിലുണ്ട്. ഇന്നലെ തന്നെ ഒരു 8 കൊമ്പനയോളം കണ്ടിട്ടുണ്ട്. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. ആന എന്തായാലും സ്റ്റേബിൾ ആയിട്ടൊരു പൊസിഷൻ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ചില സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനെപ്പോൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. നാളെ ഇപ്പോൾ നമ്മൾ ദൗത്യം ആരംഭിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഇത് വരുന്നത് ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് ജനവാസ മേഖലയിൽ ഇന്ന് ഇറങ്ങിയില്ല, പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പിന്നെ പതുക്കെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കയറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് ചെയ്യാതിരുന്നത്. എന്നാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റിസർവിലോട്ട് തന്നെ കയറിപ്പോയി. പരിക്ക് നമ്മൾ കാണുന്നതല്ലേ, പരിക്കുണ്ട്. പരിക്കിന്റെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത് ആന അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതുവരെ ആന അങ്ങനത്തെ ഒരു അവശ നിലയിലായിട്ട് അത് കിടക്കുക, അങ്ങനെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫുൾ നിരീക്ഷണത്തിലാണ് ആന.